വമ്പൻ അട്ടിമറിയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ബി ജെ പി വിജയിക്കേണ്ടിടത്ത്, ബി ജെ പി വിജയിച്ചിടത്ത്, ബി ജെ പിക്ക് ഭരണം കിട്ടേണ്ടിടത്ത് നിന്ന് ബി ജെ പിയുടെ ഭരണം മാറ്റാനായിട്ട് ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു നിന്നുകൊണ്ട് അത് സാധ്യമാക്കിയിരിക്കുന്നു. അതായത് ബി ജെ പിയെ ഭരണത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഇത് നടന്നിരിക്കുന്നത് പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ മുന്നണിയായി നിന്നുകൊണ്ടുള്ള അട്ടിമറി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ബി ജെ പി പാണ്ടനാട് ബി ജെ പിയെ മാറ്റി നിർത്താനായിട്ട് ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു അന്തർധാര. അതിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അവിടെ വോട്ടെടുപ്പിലൂടെയാണ് ഈ ഒരു മാറ്റമുണ്ടായത്, ഈ ഒരു അട്ടിമറി ഉണ്ടായത്. അവിടെ ബി ജെ പിക്ക് 5 പേരും സി പി എമ്മിന് 5 പേരും കോൺഗ്രസിന് 3 പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബി ജെ പിയും സി പി എമ്മും സമമായിട്ടാണ് നിന്നത്. കോൺഗ്രസിനാണെങ്കിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വോട്ടെടുപ്പ് നടന്നപ്പോഴത്തേക്കും ബി ജെ പിക്ക് 5+1, അതായത് 6 പേരുടെ വോട്ട് ബി ജെ പിക്ക് അവിടെ കിട്ടിയിരുന്നു. ആ 6-ൽ ഒരാൾ, അതായത് 5 പേര് മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ, പക്ഷേ അതിൽ ഒരാൾ സി പി എമ്മിൽ നിന്നും വോട്ട് ചെയ്ത ഒരാളാണ് ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്തു, ക്രോസ് വോട്ട് ചെയ്തു. സി പി എമ്മിൽ നിന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ 6 പേരായി മാറി. ബി ജെ പിക്ക് വോട്ട് 6 മാറി. സി പി എമ്മിന് അപ്പോൾ 5-ൽ നിന്നും 4 അത് ചുരുങ്ങുകയുണ്ടായി. അതായത് ഒരാളുടെ കുറവ് വന്നു, അത് 4 ചുരുങ്ങി. കോൺഗ്രസിന് 3 പേര് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ 3 വോട്ടുകൾ മാത്രമേ കോൺഗ്രസിന് നിലവിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ 6 വോട്ടുകളുമായിട്ട് ബി ജെ പി ഭരണം ഉറപ്പിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ. കാരണം സി പി എമ്മിന് അവിടെ 4 ചുരുങ്ങുകയുണ്ടായി. കോൺഗ്രസിന് അവിടെ 3 വോട്ടുകൾ മാത്രമേ ഉള്ളൂ താനും. അങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കും അവിടെ സി പി എമ്മും കോൺഗ്രസും പിന്നെ ഒന്നിക്കുകയാണ് ഉണ്ടായത്. അതായത് ബി ജെ പിയെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് 6 വോട്ടുകളുമായി ബി ജെ പി ഭരണത്തിൽ എത്തുമെന്ന് ഉറപ്പായതോടുകൂടി സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ട് സി പി എമ്മിൻ്റെ 4 വോട്ടും കോൺഗ്രസിൻ്റെ 3 വോട്ടുകളുമായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള തരത്തിൽ 7 വോട്ടുകളായി മാറുകയും 1 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ, അതായത് ബി ജെ പിക്ക് 6ഉം ഈ പറയുന്ന കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു ചേർന്നുകൊണ്ട് 7 വോട്ടുകളുമായി മാറി. അങ്ങനെ 1 വോട്ടിൻ്റെ ഡിഫറൻസിൽ ബി ജെ പി ഭരണം അവിടെ അട്ടിമറിക്കുകയായിരുന്നു പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിൽ ഈ പറയുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും. യഥാർത്ഥത്തിൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്, ഈ സി പി എമ്മിലെ ഒരു വ്യക്തി ബി ജെ പിക്ക് വോട്ട് ചെയ്തതാണ് ഏറ്റവും വലിയ ഒരു പാരയായിട്ട് സി പി എമ്മിന് മാറിയത് തന്നെ. അതായത് സി പി എം പോലും പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറിയായിരുന്നു അത്. കാരണം 5 ഉണ്ടായിരുന്നിടത്ത് ഒരാൾ മാറി ബി ജെ പിക്ക് വോട്ട് ചെയ്തതോടുകൂടി ബി ജെ പിക്ക് ഭൂരിപക്ഷം കൂടുകയായിരുന്നു, 6 വോട്ടുകളായി മാറുകയായിരുന്നു. അവിടെയാണ് ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസും പെട്ടുപോയതും അവസാനം ഒന്നിക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും.